മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൂഷികുൽ ഉമമു അൻ തദാഅ അലൈക്കും. ഇത് വല്ലാതെ നമ്മളെ പേടിയോടുകൂടെ, നമ്മൾ വളരെ ഭയപ്പാടോടുകൂടെ കേൾക്കേണ്ട ഹദീസാണിത്. യൂഷികുൽ ഉമമു അൻ തദാഅ അലൈക്കും. ലോക സമുദായങ്ങൾ നിങ്ങളോട് ശത്രുത വെക്കാൻ തുടങ്ങും. എങ്ങനെ? കമാ തദാഅൽ അഖ്ലതു ഇലാ ഖസ്അതിഹാ. വിശന്ന ആളുകൾ അവരുടെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ, ദാഹാർത്തരായ വിശന്നവര് ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്ന പോലെ, ഒരുപാട് കൈകൾ നീളുന്ന പോലെ, നിങ്ങളെന്ന ഭക്ഷണത്തളികയിലേക്ക് ലോക സമുദായങ്ങൾ നിങ്ങൾക്കുമേൽ കൈവെക്കുകയും നിങ്ങളെ വാരിത്തിന്നുകയും ചെയ്യുന്ന ഒരവസ്ഥ വരാനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഏറെക്കുറെ പ്രത്യക്ഷമായ പല അനുഭവങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അവര് ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെന്ന് ന്യൂനപക്ഷമായതിന്റെ പേരിലാകുമോ? ബൽ അൻതും യൗമഇദിൻ കസീർ. നിങ്ങളത് എണ്ണത്തിൽ ഒരുപാടുള്ളവരാണ്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. ഓവുചാലിലൂടെ മഴവെള്ളം വന്നാൽ വേസ്റ്റുകൾ ഒഴുകുന്ന പോലെ വേസ്റ്റ് ചാലിലൂടെയാണ് നിങ്ങൾ ഒഴുകുന്നത്. ലോകത്ത് ടെക്നോളജി എന്ന് പറയുന്ന ഏറ്റവും വലിയ അള്ളാഹുവിന്റെ നിഅമത്ത്, വേസ്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ വേസ്റ്റ് അതിലൂടെ ഒഴുക്കി വിടുമ്പോൾ ഈ ഉമ്മത്തിന്റെ മെമ്പർമാർ ആ ഒഴുക്കിലേക്ക്, ആ വേസ്റ്റിന്റെ കൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും. ആ ഒരു ടെക്നോളജി എന്ന വലിയ നിഅമത്ത് ഉപയോഗിച്ചുകൊണ്ട് എത്ര പഠിക്കാൻ കഴിയും, എത്ര പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും, എത്ര ഈ ലൈബ്രറികൾ ഉണ്ട് അവിടെ, എത്ര ഈ പബ്ലിക്കേഷൻസ് ഉണ്ട്, എന്തെല്ലാം സംഭവങ്ങളുണ്ട്. അത് ഉപയോഗിക്കേണ്ടതിന് പകരം മൃഗീയമായ തോന്നിവാസങ്ങൾ കാണാൻ മനുഷ്യൻ സമയം ചെലവഴിക്കുകയും ലോകത്തെ ഇത്രയും വലിയൊരു അനുഗ്രഹത്തെ മനുഷ്യൻ നിസ്സാരമായി കാണുകയും തന്റെ കൈകളിൽ കിടക്കുന്ന സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനിലൂടെ അനാവശ്യങ്ങൾ കാണുകയും ചെയ്യുന്ന കാലം. വേസ്റ്റ് പോകുന്ന ഡ്രെയിനേജിലെ വേസ്റ്റിനെ പോലെ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അങ്ങനെ ആയിരിക്കും എന്റെ ഉമ്മത്തികൾ അന്ന്. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയപ്പാട്, നിങ്ങളെക്കുറിച്ചുള്ള ഒരു ആദരവ് നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു എടുത്തു കളയും. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹ്ൻ എന്ന് പറയുന്ന ഒരു അസുഖം വിട്ടുതരും. ഖാലു മൽ വഹ്നു യാ റസൂലല്ലാഹ്. ഏതാണ് നബിയെ വഹ്ൻ എന്ന് പറയുന്നത്? ഖാല ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഈ ലോകത്ത് സുഖലോലുപരായി ജീവിക്കണം, ആഖിറത്തെക്കുറിച്ചൊരു ചിന്തയുമില്ലാതെ പൈസ ഉണ്ടാക്കണം എന്ന മാത്രം ചിന്തയിൽ നിങ്ങൾ ജീവിക്കുകയും, വകറാഹിയത്തുൽ മൗത്ത്, നിങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള മരണമെന്ന ആ ഒരു പ്രതിഭാസത്തെ നിങ്ങൾ വെറുക്കുകയും ചെയ്യുന്ന നേരം, മരിക്കാൻ നിങ്ങൾക്ക് വെറുപ്പാണ്, നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടാനുള്ള ഓട്ടത്തിലാണ്. ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹു നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് ശത്രുക്കളുടെ കൽബിൽ നിന്ന് അള്ളാഹു എടുത്തു കളയും. അള്ളാഹു നിങ്ങളുടെ കൽബിലേക്ക് വഹ്നെന്ന അസുഖം തരും. അന്ന് എല്ലാ സമുദായങ്ങളും നിങ്ങളുടെ മേൽ കൈവെക്കും. ഈ സമുദായത്തെപ്പറ്റി, ഈ സമുദായം പ്രതിക്കൂട്ടിലാകുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അവരാരും മിണ്ടില്ല. ഈ ഉമ്മത്തല്ല, ഈ ഉമ്മത്തതിൽ കുറ്റവാളിയല്ലെങ്കിൽ പോലും ഒരു ചൂണ്ട് വിരൽ ഈ ഉമ്മത്തിന്റെ നേരെ വന്നാൽ അവിടെ ഒരു തിരുത്തു പറയാൻ പോലും നിഷ്പക്ഷരായ ആളുകൾ പോലും രംഗത്ത് വരാത്ത വിധത്തിൽ ഈ സമുദായം ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ഉമ്മത്തിനോട് പറയാനുള്ളത്, നമ്മുടെ രക്ഷ നമ്മുടെ ആൾ ബലത്തിലല്ല, സോഷ്യൽ മീഡിയകളിൽ നമ്മൾ എന്തെങ്കിലും മറുപടി പോസ്റ്റ് ചെയ്യുന്നതിലും മാത്രമല്ല. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധമാണ്. ആ ബന്ധമില്ലെങ്കിൽ നമ്മളെ ഈ ലോകത്ത് ഒരാൾക്കും വിലയുണ്ടാവില്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെല്ലുമ്പോൾ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, അംർ ഇബ്നുൽ ആസ് തങ്ങളെ പോലെയുള്ള ആളുകൾ പറഞ്ഞുവല്ലോ, അമീറുൽ മുഅ്മിനീനെ 24 തുന്നുകളാണ് നിങ്ങളുടെ കുപ്പായത്തിനുള്ളത്. ബൈത്തുൽ മുഖദ്ദസിന്റെ പാത്രിയാർക്കീസുമാർ, നല്ല വിലപിടിപ്പുള്ള കോട്ട് ധരിച്ച പള്ളിയിലെ അച്ഛന്മാർ, അവര് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് നിങ്ങളുടെ കൈകളിൽ നൽകാൻ പോകുന്ന മഹാപരിപാടിയിലേക്ക് വരുന്ന 20ഓളം മുസ്ലിം രാജ്യങ്ങളുടെ നേതാവാണ് നിങ്ങൾ.
നിങ്ങൾ ഒരു നല്ല കോട്ട് ധരിക്കണം, ഞങ്ങൾ നല്ലൊരു കോട്ട് കൊണ്ടുവന്ന് തരാം. നിങ്ങൾക്കൊരു ഉഷാറ് വേണ്ടേ, നിങ്ങളെ കാണുമ്പോൾ ഒരു ലുക്ക് വേണ്ടേ? ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്തൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹുല്ലാഹ്. ഈ സമുദായം അല്ലാഹു അന്തസ്സ് നൽകിയത് അല്ലാഹുവിനെ നമ്മൾ ഭയപ്പെട്ട് ജീവിച്ചപ്പോഴാണ്. നമ്മുടെ അന്തസ്സ് അല്ലാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ബോധമാണ്. ആ ബോധം നഷ്ടപ്പെട്ട് നമ്മൾ എന്ത് കോലം കെട്ടിയാലും നമുക്ക് നിന്ദയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഫാറൂഖ് റളിയല്ലാഹു തആല അൻ. അതുകൊണ്ടാണ് സ്വഹാബിമാർ ഈ ഉമ്മത്തിന്റെ വിജയം, ഈ ഉമ്മത്തിലെ സൽക്കർമ്മികളായ സജ്ജനങ്ങളായ ആളുകൾ, അവരൊരു ന്യൂനപക്ഷമാണെങ്കിലും ശരി, ചൈനയുടെ ഭാഗങ്ങളിലേക്ക് ദഅവത്തുമായി നീങ്ങുന്ന മഹാനായ ഇസ്ലാമിക സൈന്യത്തിന്റെ നേതാവ് ഖുതൈബത്ത് ഇബ്നു മുസ്ലിമുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ചൈനയുടെ ഭാഗത്ത് ധർമ്മസമരത്തിലാണ്. ചൈനക്കാരുടെ കൂടെ റോമൻ സൈന്യം വന്നു ചേരുന്നുണ്ട്. ഭീകരമായ ഒരു യുദ്ധമുഖമാണ് അവിടെ നിൽക്കുന്നത്. ഖുതൈബത്ത് മുസ്ലിമുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോകുമോ എന്ന് പേടിച്ചു നിൽക്കുമ്പോൾ മഹാനവറുകൾ ഒരു ചോദ്യം ചോദിച്ചു, ഐന മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി? എവിടെയാണ് മുഹമ്മദ് ഇബ്നു വാസി? എവിടെയാണ് മുഹമ്മദ് ഇബ്നു വാസി? മുഹമ്മദ് ഇബ്നു വാസി എന്ന് പറയുന്നവരെ താബിഈയാണ്, മുഹദ്ദിസാണ്. പക്ഷെ ദർസ് നടത്തുന്നത് മുഴുവനും ധർമ്മസമരത്തിനുള്ള യാത്രയിലായിരിക്കുമെന്ന് മാത്രം. മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി എന്ന മെലിഞ്ഞ താബിഈയായ മഹാൻ, ഒരുപാട് സ്വഹാബിമാരെ കണ്ട് പരിചയമുള്ള മഹാൻ, തന്റെ മുമ്പിലുള്ള ഭീകരമായ ഒരു യുദ്ധ സാഹചര്യം മുമ്പിൽ കണ്ട് മുസ്ലിം സൈന്യത്തിന്റെ നേതാവ് ഖുതൈബ റളിയല്ലാഹു അൻഹു, ഖുതൈബത്ത് ഇബ്നു മുസ്ലിമുൽ ബാഹിലി ചോദിക്കുന്നത്, എവിടെയാണ് മുഹമ്മദ് ഇബ്നുൽ വാസി അൽ അസ്ദി റഹിമഹുല്ല എവിടെ? അവര് തെരഞ്ഞു നടക്കുന്നു. രാത്രി നേരമാണ്. പട്ടാളക്കാര് മുഴുവനും ഉറങ്ങുകയാണ്. ടെന്റിൽ എല്ലാവരും വിശ്രമത്തിലാണ്. നാളെ ഒരു യുദ്ധം നടക്കാൻ പോകുന്നു. ചൈനയുടെ ബോർഡറിലാണ് അവർ നിൽക്കുന്നത്. മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു, മഹാനായ ഖുതൈബ തങ്ങൾ അന്വേഷിക്കുന്നത് മുഹമ്മദ് ഇബ്നു വാസി തങ്ങളെ കുറിച്ചാണ്. മഹാനവറുകൾ ഒരു കുന്തം നാട്ടി വെച്ചിട്ടുണ്ട്. തന്റെ കുന്തം മണ്ണിലേക്ക് ആഴ്ത്തി വെച്ചിട്ട് അതിൽ കൈപിടിച്ചുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം, ഉടമസ്ഥനായ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നസ്റു തരണം. നസ്റക് അല്ലാഹു നസ്റക്, പടച്ചവനെ നിന്റെ സഹായം, അല്ലാഹുവേ നിന്റെ സഹായം എന്ന് പറഞ്ഞ് വിരലുയർത്തിയിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്ന രംഗമാണ് സൈന്യം മഹാനവറുകൾ ഖുതൈബ തങ്ങൾ ഏൽപ്പിച്ച ദൂതന്മാർ കാണുന്നത്. അവരോടി വന്നു പറഞ്ഞു, ഖുതൈബ, മുഹമ്മദ് ഇബ്നു വാസിഇനെ ഞങ്ങൾ കണ്ടു. ആ മഹാൻ അവിടെ നിൽക്കുന്നുണ്ട്, കുന്തത്തിന്റെ മുന പിടിച്ചിട്ട് വിരലുയർത്തുന്നുണ്ട്, ആകാശത്തേക്ക് ദുആ ഇറക്കുകയാണെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു അകക്കണ്ണുകൊണ്ട് നോക്കേണ്ട അനിവാര്യതയെ പഠിപ്പിച്ചത്. മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി ലഇസ്മഉ മുഹമ്മദ് ഇബ്നു വാസിഇൻ ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ ഷഹീരിൻ വ അൽഫി സൈഫിൻ തുരീർ. ആയിരം മൂർച്ചയുള്ള വാളിനേക്കാളും 1000 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ യോദ്ധാക്കളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് ഇബ്നു വാസിഇന്റെ പ്രാർത്ഥനയാൽ ഉയരുന്ന വിരലുകളാണ്. ആ വിരലുകൾ 1000 യോദ്ധാക്കൾക്ക് പകരമാണ്. 5 വിരലാണെങ്കിൽ അത് 5000 യോദ്ധാക്കൾക്ക് പകരമാണ്. എന്റെ മഹാനായ മുഹമ്മദ് ഇബ്നു വാസി എന്നവരെ കുറിച്ച് ഖുതൈബ തങ്ങൾ പറഞ്ഞു, ആ മഹാനായ മനുഷ്യന്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇനി എനിക്ക് പേടിയില്ല. ഖൂമൂ, എഴുന്നേറ്റോളൂ, അല്ലാഹു വിജയം തരും. ആ പറഞ്ഞ പോലെ വിജയം സംഭവിക്കുകയും ചെയ്തു. എന്തേ? നമ്മൾ ഭൗതികമായ കാര്യകാരണങ്ങൾ ചെയ്യേണ്ടവർ തന്നെയാണ്. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മുടെ 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുകയും മുത്തുനബി തങ്ങൾ നമ്മളെ കാണാൻ ഇഷ്ടപ്പെട്ട പോലെയുള്ള ഒരു നല്ല ജീവിതം നമ്മൾ നയിക്കുകയും ചെയ്തെങ്കിലേ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് വിലയുള്ളൂ. അപ്പോഴേ അല്ലാഹു നമ്മളെ രക്ഷിക്കുന്നുള്ളൂ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.